കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ യൂദായുടെ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ 4-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളും അതിവേഗം തീർക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു തിരുവചനം പഠിക്കുവാൻ പിന്നെയും ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. ഇന്ന് വചനമില്ലാതെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനമില്ലാതെ ഇടറിപ്പോകാതിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ ആ നേരോടെ നടക്കേണ്ടതിന്, വചനാനുസൃതം നടക്കേണ്ടതിന് പരിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെയും പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ യൂദായുടെ ലേഖനം പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ 13-ാം വാക്യം വരെയും നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇനി അതിൻ്റെ 14-15 വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ആ വാക്യങ്ങൾ വായിക്കട്ടെ. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പു പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 14, 15, 16 വാക്യങ്ങൾ ചേർത്ത് വായിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ വ്യാജ ഉപദേഷ്ടാക്കളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ആദ്യ മനുഷ്യനായ ആദാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 7-ാം തലമുറക്കാരനായിരുന്ന ഒരു ഹാനോക്കിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഇവിടെ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഏത് തലമുറയിലായിരുന്നാലും നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാകണം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ ഹാനോക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളെ അത് വായിച്ച് കേൾപ്പിക്കാം. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലേഹിനെ ജനിപ്പിച്ചു. മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹാനോക്കിൻ്റെ ജീവിത അനുഭവം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ വ്യാജ ഉപദേശങ്ങളിൽ വീഴുവാൻ ഇടയാകത്തില്ല. ആദാമിൻ്റെ 7-ാം തലമുറക്കാരനായിരുന്ന ഹാനോക്ക് ജീവിത വിശുദ്ധിയും ദൈവകൃപയും ഓരോ സമയം അനുഭവിച്ച വ്യക്തിയായിരുന്നു. ഇനി നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് ഈ ഹാനോക്കിനെ കുറിച്ച് കേൾക്കുന്നത്. ഇന്നത്തെ വിശ്വാസികളും അന്നത്തെ പഴയ നിയമ വിശുദ്ധന്മാരും തമ്മിൽ ഒന്ന് കമ്പയർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഇന്ന് ലജ്ജിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. പലപ്പോഴും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സമയമില്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ഹാനോക്ക് തൻ്റെ കുടുംബകാര്യം നോക്കുകയും ദൈവത്തോട് വേണ്ടവണ്ണം ചേർന്ന് നടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ തൻ്റെ വിശുദ്ധി, തൻ്റെ ജീവിതത്തിൻ്റെതായ അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇങ്ങനെയാണ്. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഇന്നത്തെ ക്രിസ്തീയ സഭകൾ സാക്ഷ്യം നിലനിർത്തുന്നവരായിരിക്കണം. ഇവിടെ യൂദ ഈ വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ പ്രതികരിക്കുവാൻ കാരണം അന്നത്തെ സുവിശേഷം, സത്യ സുവിശേഷത്തെ, ആ ഉപദേശത്തെ കാത്തു സൂക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അതിൻ്റെ അകത്തേക്ക് വ്യാജ ഉപദേഷ്ടാക്കന്മാർ കടന്നു വന്നിട്ട് അധികാരവും സ്ഥാനവും മാനവും ഒക്കെ ആഗ്രഹിച്ച് അവർ
സഭാ നേതാക്കളായി ഇരിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ ജനത്തിൻ്റെ മേൽ ഈ തിരിച്ചറിവ് പകർന്നു കൊടുക്കുവാൻ യൂദ ഈ ലേഖനം എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥയും തുലവും വ്യത്യസ്തമല്ല. ആകയാൽ ഒരു ഹാനോക്ക് നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പ്രാപിച്ചവൻ ദൈവ വഴിയിലൂടെ കൃത്യമായി നടക്കുവാൻ ഇടയായി എങ്കിൽ, പ്രിയപ്പെട്ടവരെ, താൻ സാക്ഷ്യം പ്രാപിച്ചെടുത്തെങ്കിൽ ഇന്ന് നാം ഒരു സാക്ഷ്യം പ്രാപിച്ച ഹാനോക്കുമാരായിട്ട് ജീവിക്കുവാൻ ഇടവരേണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അവൻ തന്റെ വിശുദ്ധന്മാരുമായി വരുന്നതിനെ കുറിച്ചും ഹാനോക്ക് പ്രവചിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം അതിന്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും അതിന്റെ 41 വാക്യങ്ങളും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഇനി അതിന്റെ 41 വേദഭാഗം. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ തേജസ്സോടെ തൻ്റെ സകല വിശുദ്ധന്മാരുമായി ഹല്ലേലൂയ കടന്നു വരുമ്പോൾ സകല ജാതികളും അവൻ്റെ മുൻഭാഗം മുട്ടുകുത്തുവാൻ തക്കവണ്ണം ഇടയാകും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ആമേൻ തനിക്കുള്ളവരെയും അല്ലാത്തവരെയും വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ ഈ ദിവസകാലങ്ങളിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുവാൻ തൻ്റെ വിശുദ്ധന്മാരുമായി കടന്നു വരുമ്പോൾ നമുക്കും അവനോട് കൂടിയെടുക്കപ്പെടുവാൻ ആമേൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ഇടയാകേണ്ടതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. പലപ്പോഴും നാം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെങ്കിലും ആമേൻ പലപ്പോഴും ഈ വ്യാജ ഉപദേഷ്ടാക്കന്മാരുടെ പട്ടിപ്പീരിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് 16 വാക്യത്തിൽ യൂദായുടെ ലേഖനത്തിൽ 16 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം താൻ പറയുന്നുണ്ട്. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. വ്യാജ ഉപദേഷ്ടാക്കളുടെയും കള്ള ക്രിസ്ത്യാനികളുടെയും പെരുമാറ്റമാണ് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അവരെന്ത് ചെയ്യുകയാണ്? പിറുപിറുക്കുകയാണ്. നിസാര കാര്യങ്ങളിൽ പോലും പിറുപിറുക്കുകയും ആവലാതി പറയുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഈ പകൽക്കാലത്തെങ്കിൽ നോക്കിയേ, ഇന്ന് സ്ഥാനങ്ങളിലിരിക്കുന്നവർ ദൈവമക്കൾ ദൈവദാസന്മാർക്കെതിരെ നിസ്സാര കാര്യങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നു, പരാതിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പിറുപിറുപ്പ്, ദൈവം തരുന്ന നന്മകൾ അനുഭവിച്ചിട്ടും ദൈവത്തിനെ സ്തുതിക്കേണ്ടിയ സ്ഥാനത്ത്, ദൈവനാമത്തെ ഉയർത്തേണ്ടിയ സ്ഥാനത്ത് പിറുപിറുപ്പോടുകൂടി ആമേൻ മറ്റൊരാൾക്ക് കൊടുത്ത നന്മ ആമേൻ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് ആവലാതി പറയുന്ന അവസ്ഥയിലാണോ? ഹല്ലേലൂയ. നമുക്ക് ആമേൻ ഈ സംഖ്യാപുസ്തകം 11 അധ്യായം അതിൻ്റെ 1 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിൻ്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. ജനം പാളയമടിച്ചു കിടക്കുമ്പോഴും പിറുപിറുപ്പ. ദൈവം നമുക്ക് വാസസ്ഥലം തന്നിട്ടുണ്ടെങ്കിലും പിറുപിറുപ്പ. ഹല്ലേലൂയ. കന്നട്ടയ്ക്ക് 2 മക്കളുണ്ട്. അവരുടെ പേരെന്താ? തരിക. ഇന്നത്തെ പല വിശ്വാസികളുടെ സ്വഭാവം എന്തെന്നറിയാമോ? മമ്മട്ടിയുടെ സ്വഭാവമാണ്. ഇങ്ങോട്ട് പോരട്ടെ. ഇത് മാത്രമാണ് ദൈവമക്കളെ. അതല്ലാത്ത അങ്ങനെയുള്ള സ്വഭാവം അല്ലാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും പിറുപിറുക്കുന്നത്. എന്തുകൊണ്ടാണ് പിറുപിറുക്കുന്നത് അറിയാമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാത്തത് കൊണ്ടാണ്. ആകയാൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുകയാണ്, ആമേൻ,
അവരുടെ പാളയത്തിൻ്റെ അകത്തേക്ക് തീയിറക്കിയതുപോലെ പിറുപിറുപ്പ് മൂലം ദൈവം ദുഃഖിക്കുന്നു. ഈ സ്വഭാവം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവമക്കളെ, അതിൻ്റെ മേൽ ജയമെടുക്കണം. 1 കൊരിന്ത്യർ 10:10 ദൈവാത്മാവ് വീണ്ടും നമ്മളോട് ഇടപെടുന്നു. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുതേ. കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഇന്നത്തെ ദൈവമക്കളായിരിക്കുന്ന നമ്മോടും അപ്പോസ്തലനായ പൗലോസിനും ദൈവവചനത്തിനും സംസാരിപ്പാനുള്ളത് ഇത് തന്നെയാണ്. പഴയ നിയമ ഇസ്രായേലിനെ സംഹാരത്താൽ നശിപ്പിച്ചതുപോലെ നമ്മെയും നശിപ്പിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? പിറുപിറുക്കുവാൻ പോയേക്കരുതേ. നമുക്കത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ ബുദ്ധി ഉപദേശത്തിൽ നാം ശ്രദ്ധാലുക്കൾ ആയിരിക്കുക. ദൈവഹിതം തിരിച്ചറിയുവാനും ദൈവാത്മാവിന് വിധേയപ്പെട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുവാനും നാം ഏൽപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ ഇതൊരു പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചതാണ്. എങ്കിൽ പോലും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ പിറുപിറുപ്പും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും ഒക്കെ വിട്ടിട്ട് ദൈവ സന്നിധിയിൽ സാക്ഷ്യം പ്രാപിക്കുന്നവരായി മാറുവാൻ ഇടയാകണം. ഫിലിപ്പർ 2:14 എന്താണ് പറയുന്നത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ആന്തരിക മനസ്സും ആത്മാവും പുറമേയുള്ള പെരുമാറ്റത്തേക്കാൾ കൂടുതൽ പ്രധാനമാണ്. അതായത് നമ്മുടെ മനസ്സിലും ആത്മാവിലും മൗനമായ ഒരു പിറുപിറുപ്പും തർക്കവും ഉണ്ടാകരുതേ. അത് ദൈവത്തോട് പിറുപിറുക്കുന്നതിന് തുല്യമാണ്. പലരും പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ മുറുമുറുപ്പ്, പിറുപിറുപ്പ്. നാം ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും തർക്കിക്കുകയും ചെയ്യുമ്പോൾ നാം അവൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിലുള്ള തൻ്റെ ഹിതവും നിരസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിലും ആത്മാവിലും പിറുപിറുപ്പും തർക്കവും വിട്ടുകളഞ്ഞിട്ട് ഹല്ലേലൂയ, ആമേൻ, ദൈവസന്നിധിയോടടുത്ത് അനന്യരും പരമാർത്ഥ ഹൃദയമുള്ളവരുമായി വിശുദ്ധരും നിഷ്കളങ്കരുമായി നാം തീരണം. അതത്രേ ആമേൻ ഫിലിപ്പിയ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആന്തരിക മനസ്സ് ഹല്ലേലൂയ പരമാർത്ഥതയുള്ളതായിരിക്കണം. നമ്മുടെ പുറമേയുള്ള പെരുമാറ്റത്തിലും നാം അനന്യരും പരമാർത്ഥികളുമായിരിക്കണം. നമ്മുടെ അകമേയുള്ള വിശുദ്ധിയും അതേപോലെ ആയിരിക്കണം. നമ്മൾ പുറമേ പെരുമാറുമ്പോൾ നമ്മുടെ അക്കത്തുള്ളതാണ് പുറത്ത് വരുന്നത്. ആകയാൽ അക്കത്ത് വിശുദ്ധിയും വേർപാടുമുണ്ടെങ്കിൽ പുറത്തും അത് വരും. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയ സമയമാണ്. നാം അനന്യരും പരമാർത്ഥികളുമാകുന്നുവോ? നാം ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതം ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്നുണ്ടോ? മാതൃകയുള്ളതായി മാറുന്നുണ്ടോ? ഫിലിപ്പിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതേ ക്രിസ്തുവിനും നമ്മെക്കുറിച്ച് ഇങ്ങനെയുള്ള പ്രതീക്ഷയും ആണ്. ആകയാൽ നാം പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവിൻ്റെ പ്രതീക്ഷ നമ്മളിൽ നിവർത്തിച്ചു കൊടുക്കുവാൻ നാം പലപ്പോഴും ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ഏൽപ്പിച്ചു കൊടുക്കും, പക്ഷേ പിന്നെയും സാഹചര്യങ്ങൾ വരുമ്പോൾ ആമേൻ ജനം പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ ദിവസകാലങ്ങളിൽ ആവലാതി പറയുന്നവരായിട്ട് പിറുപിറുക്കുന്നവരായിട്ട് തീരുവാനിട വരാതെ വണ്ണം ആമേൻ പിറുപിറുപ്പും അവലാതിയും ഹല്ലേലൂയ നാം മാറ്റിവെക്കുക. അത് ദൈവത്തോടുള്ള ആമേൻ നമ്മുടെ കുറ്റം പറച്ചിലാണെന്ന് തന്നെ ചിന്തിക്കുക. നാം പിറുപിറുക്കുമ്പോൾ ദൈവത്തെയാണ് നാം നിന്ദിക്കുന്നത്. കാരണം ആമേൻ
ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകി തരുന്നുണ്ട്. അല്ലേ? നമുക്ക് വിശ്വാസമുണ്ടല്ലോ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എനിക്ക് വിളിച്ചു പറയുവാൻ പറ്റും. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഇതുവരെയും സ്വർഗീയ പിതാവ് എന്നെ നടത്തി. നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചാലും നിങ്ങൾക്കും പറയുവാൻ കാണും, ജീവിതത്തിൽ ദൈവം ചെയ്തതല്ലാതെ ഒന്നുമില്ല. ഞാൻ ഇന്നും ഇരുന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. പലപ്പോഴും ജീവിതത്തിൽ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ദൈവം അനേക അനുഭവങ്ങൾ നൽകി യോഗ്യതയുള്ളവളാക്കി തീർക്കുവാൻ ഇടയായി. പല സ്ഥാനങ്ങളിലും പല മാനങ്ങളിലും അവൻ മാനിച്ച ദൈവമാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യുന്ന ഉപകാരമോർത്താൽ നമുക്ക് എങ്ങനെ ദൈവത്തെ കുറ്റം പറയുവാൻ ഇടയാകും? ദൈവത്തോട് എങ്ങനെ പിറുപിറുക്കുവാൻ ഇടയാകും? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ട് കഷ്ടങ്ങൾ കടന്നു വരും. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് എങ്കിൽ അതിന് നീക്കുപോക്ക് തരുവാനും ദൈവത്തിന് കഴിയും. അതിനൊരു അറുതി വരുത്തും. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ പഠിച്ച പല കാര്യങ്ങൾ ഞാൻ കഷ്ടതയിലായതേറെ ഗുണമായെന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എത്ര കരുണയില്ലാതെയാണല്ലോ ദൈവനോട് പ്രവർത്തിക്കുന്നതെന്ന് തോന്നിക്കുമ്പോൾ പോലെ അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ചിന്തിക്കും, 2019 തൊട്ട് ഈ 2024 എൻ്റെ വരെയും ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചു തീർക്കാൻ കഴിയാത്തതിലപ്പുറമായി, വിവരിക്കുവാൻ കഴിയാത്തതിലപ്പുറമായി സങ്കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ നേർക്കുനേരെ ഒരു ചക്രം ചവിട്ടുകാരൻ പറയുന്നത് പോലെ ഒരു പലക ചവിട്ടി മറിക്കുമ്പോൾ അടുത്തത് നെഞ്ചിന് നേരെ എന്ന് പറയുന്നത് പോലെ വിവിധങ്ങളായ അനുഭവങ്ങൾ, ആക്സിഡന്റുകൾ, സർജറികൾ, ജീവിതത്തിൽ നിരാശയിലേക്ക് തള്ളി നീക്കുന്ന പ്രശ്നങ്ങൾ, വിവരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം മാറാത്തവനെന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ ഇവയൊക്കെയും കടന്നു വന്നത് ദൈവം അനുവദിച്ചിട്ടാണത് നന്മയ്ക്കായിട്ടായിരുന്നു. ജീവിതത്തിൽ പലതിനെയും പല കാര്യങ്ങളെയും മനസ്സിലാക്കുവാൻ, പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ, പുതിയ ചുവടുകൾ വയ്ക്കുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുവാൻ, വിശുദ്ധ ഗണത്തോട് ചേർന്നൊരിക്കലൂടി ഹൃദയം നല്ല ആത്മാവിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ളൊരു വാഞ്ച ദൈവം ഈ കാലങ്ങളിൽ ദൈവം എനിക്ക് നൽകി തന്നു. കഴിഞ്ഞ നാളുകളിലേക്കാൾ ഉപരിയായി വിശുദ്ധിയോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഈ കഷ്ടത എന്നെ ഇടയാക്കിയെങ്കിൽ അനേക കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരുവാൻ, ഭൗതിക വിഷയങ്ങളുടെ മേൽ, കുടുംബ വിഷയങ്ങളുടെ മേൽ, വ്യക്തിപരമായ വിഷയങ്ങളുടെ മേൽ, തലമുറകളുടെ വിഷയങ്ങളുടെ മേൽ, ശുശ്രൂഷയുടെ വിഷയങ്ങളുടെ മേൽ എന്ന് വേണ്ട ദൈവമക്കളെ, ദൈവം തമ്പുരാന്റെ നീതിയും അവന്റെ കരുണയും വെളിപ്പെടുത്തുവാൻ അവൻ നമ്മെ തീയിലെന്ന പോലെ ശോധന ചെയ്യുമ്പോൾ നാം തകർന്നു പോകുകയല്ല, അവിടെ പിറുപിറുക്കുകയല്ല വേണ്ടിയത്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എന്തിന് നീ എന്നെ സൃഷ്ടിച്ചു, എന്തിന് നീ എനിക്ക് ഇങ്ങനെ കഷ്ടത തന്നു എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചോദിക്കാം. അപ്രകാരം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടും. എന്നാൽ ഞാൻ പറയട്ടെ, അവിടൊക്കെയും കൃപയാൽ നമ്മെ നിറയ്ക്കുന്ന ദൈവമുണ്ട്. എന്തിനാണ് അവനമേ കഷ്ടതയിലൂടെ കടത്തിവിടുന്നത്? അവൻ്റെ വിശുദ്ധി പ്രാപിച്ചെടുക്കുവാനാ. ആകയാൽ ഈ ദിവസങ്ങളിൽ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ അധികം വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന്, നമ്മുടെ ജീവിതം ദൈവകൃപയിലാക്കി തീർക്കേണ്ടതിനാകിയാൽ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം വേണ്ടുന്നതൊക്കെ നൽകി തരുന്നുണ്ട്. ഞാൻ ചിന്തിക്കും, കൊറോണ സമയത്ത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ വിഷമിക്കുക, എനിക്ക് ഓക്സിജൻ ഇല്ലാതെ ഞാൻ വിഷമിച്ച സമയം, മരണത്തോടും മല്ലടിക്കുമ്പോൾ വേദന സഹിക്കുവാൻ കഴിയാതെ ആരുമില്ല കൊണ്ടുപോകുവാൻ. ഞാൻ ഓർക്കുന്നു, ഒരു ഡ്രൈവർ എന്നെ കാറിൽ കയറ്റി കൊറോണ സ്ഥിരീകരിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഒരു വിധത്തിൽ പോലും സഞ്ചരിപ്പാൻ പോലും കഴിയാത്ത അവസ്ഥ. അവിടെ നിന്ന് മടങ്ങി വീട്ടിൽ
വരുമ്പോൾ ആമേൻ എൻ്റെ ഹസ്ബൻഡ് മകന് കൊറോണയായിട്ടിരിക്കുന്നു, ആമേൻ ആരുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആമേൻ ശ്വസനം ആമേൻ ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആകമാനം വിഷമിച്ച അവസ്ഥകളിലും സർവശക്തനായ ദൈവത്തിൻ്റെ കരം മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് വിട്ടുവീച്ച വിധം ഇന്ന് ഞാൻ മറന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആമേൻ ഓക്സിജൻ ഉണ്ടോ എന്നറിയുവാൻ അതിൻ്റെ യന്ത്രം കയ്യിൽ ഘടിപ്പിക്കുമ്പോൾ അത് കുറഞ്ഞു പോകുമ്പോൾ ആമേൻ ശ്വാസം നിലയ്ക്കുവാൻ ആമേൻ ശ്വാസം മുട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ തൻ്റെ ജനത്തിനു വേണ്ടി ഫ്രീ ആയിട്ട് ഇതുവരെ ഓക്സിജൻ കൊടുത്ത ദൈവം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ ആരുമില്ലാകയാൽ ഈ ദിവസങ്ങൾ നീ പ്രവർത്തിക്കണം. ആമേൻ സർവശക്തനായ ദൈവം ആ സമയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആമേൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുവാനും എന്നോട് ചേർന്ന് മൊബൈലിൽ കൂടി ആമേൻ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നുവെങ്കിൽ ഞാൻ ഇന്നവരെയൊക്കെ ആമേൻ ഒരു നിമിഷം സ്മരിക്കുകയാണ്. എൻ്റെ സഹോദരിമാരെ ഞാൻ ശ്വാസവാക്കുകൾ പറഞ്ഞു തന്ന് അവരെനിക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഓരോ വാക്കുകളിനെ ആശ്വസിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം വചനത്താൽ നിറഞ്ഞു. ആമേൻ വചനത്തിൻ്റെ ശക്തി എൻ്റെ ഹൃദയത്തെ സമാശ്വസിപ്പിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് വിടുതൽ നൽകിയെങ്കിൽ അവിടെയും പിറുപിറുക്കുവാൻ ഇടവരാത്ത വണ്ണം ദൈവം എന്നെ നിർത്തി. പ്രിയപ്പെട്ടവരെ ആമേൻ ജയിലറയിൽ എന്ന പോലെ നീണ്ട നാളുകൾ ഹല്ലേലൂയ അപകടത്തിൻ്റെ മേഖലകളെ തരണം ചെയ്ത് ആക്സിഡൻറ്റുകളെ ആമേൻ അഭിമുഖീകരിച്ച് കിടക്കയിൽ കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അവിടൊക്കെയും പിറുപിറുക്കാമായിരുന്നു. നിനക്ക് വേണ്ടി ഓടിയവളാണല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന്. എന്നാൽ അവിടൊക്കെയും പിറുപിറുക്കാതെ ഇതിൻ്റെ പിന്നിലും എൻ്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ആൻറ്റി ഇങ്ങനെ സംഭവിച്ചത്? ആമേൻ ദൈവം അതിനു വേണ്ടി എനിക്ക് ഉത്തരം നൽകിയത് ഇതാണ്, അവൻ്റെ ആമേൻ ഹിതമെന്നിൽ നിവർത്തിക്കേണ്ടതിന്. ഇന്ന് എനിക്കൊരു കാര്യം ആമേൻ വ്യക്തമായിട്ടറിയാം. അവൻ എന്നെ കടത്തിവിട്ട പാതകളിൽ എൻ്റെ പ്രാണപ്രിയൻ്റെ ചുടു സ്നേഹം അനുഭവിച്ചറിയുവാൻ അവൻ്റെ മാർവോട് ചേർന്നിരിപ്പാൻ അത് കൃപ നൽകി. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും പിറുപിറുക്കിയല്ല അവൻ നമുക്ക് വേണ്ടി ഓരോ സമയങ്ങളിലും ചെയ്യുന്ന നന്മകൾ നാം അറിയാത്ത വ്യക്തികളെ കൊണ്ട്, നാം അറിയാത്ത വഴികളിലൂടെ ആമേൻ നാം ചിന്തിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിധങ്ങൾ പലപ്പോഴും നാം ഓർത്തുകൊണ്ട് ദിവസങ്ങളിൽ കൃപമേൽ കൃപ പ്രാപിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാകിയാൽ ആമേൻ ദിവസകാലങ്ങളിൽ ദൈവാത്മാവിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. ക്ഷീണിച്ചു പോകേണ്ട, മടുത്തു പോകേണ്ട, ദൈവകൃപയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ ആമേൻ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ ഉപദേഷ്ടാക്കൾ തങ്ങളുടെ മോഹങ്ങളിൽ നടന്ന് ആമേൻ അവർ എന്ത് ചെയ്യുകയാണ്? മനുഷ്യരെ വഴിതെറ്റിക്കുകയാണ്. ആമേൻ അവർ നിഗളികളായി തീരുകയാണ്. അവരുടെ വായി വമ്പ് പറയുകയാണ്. സ്തോത്രം. നമുക്ക് 2 പത്രോസ് 2:18 കൂടി ഒന്ന് നോക്കാം. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ പ്രവർത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദുരുപദേഷ്ടാക്കള് ഭക്തിയുള്ളവരാണ് എന്ത് ചെയ്യുക? അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം പുതിയ നിയമവിശ്വാസികളാണ്. ഈ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നമുക്ക് വഴിതെറ്റുവാൻ ഇടയാകരുത്. തിരുവചനം നമ്മളെ അനുശാസിക്കുന്നു, നാം മറ്റുള്ളവർക്ക് കൂടി മാതൃകയുള്ളവരായി നിൽക്കണം. ഇന്ന് പുതിയ വിശ്വാസികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് മാതൃകാപൂർവമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ ഒരു മനുഷ്യൻ്റെ ആത്മാവ് നിർമ്മലമായിരുന്നാൽ മാത്രമേ അവൻ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. ആകയാൽ ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ പറയുകയാണ്, 2 പത്രോസ് 2:18 പറഞ്ഞിരിക്കുന്നത് എന്താണ്? വഴിയിൽ തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പുകൊണ്ട് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുകയാണ്.
പുതിയ വിശ്വാസികളോട് അവർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ കാമഭോഗങ്ങളെ പിൻപറ്റുന്നതിൽ തെറ്റില്ല. എന്താ കാമഭോഗമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്? പഴയ ജീവിതത്തിൽ തന്നെ തുടരാം. വലിയ കുഴപ്പമൊന്നുമില്ല. ആ പ്രാർത്ഥനയ്ക്കൊക്കെ വന്നാൽ മതി. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം സഭ വിട്ടു പോയതാ കേട്ടോ. കത്തോലിക്കയിലേക്ക് പോയതാ. അദ്ദേഹം തങ്ങളുടെ വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചൊല്ലിയിട്ട് ഒപ്പീസ് ചൊല്ലിയിട്ടും ഒക്കെ നിങ്ങൾ വന്നാൽ മതി പ്രാർത്ഥനയ്ക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ സ്ഥാനം നമുക്ക് വേണം. അപ്പോൾ ദൈവവും ഉണ്ടല്ലോ. ഈ രണ്ട് രീതിയിൽ അത് നമ്മുടെ ഇഷ്ടങ്ങൾ തീർത്തിട്ടല്ല ദൈവസന്നിധിയിൽ ചെല്ലേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇഷ്ടങ്ങളെ വിട്ടിട്ട് ദൈവത്തെ പിൻപറ്റണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെയായിരിക്കണം? നിർമ്മലമായിരിക്കണം. അത് നിർമ്മലമായിരുന്നാൽ മാത്രം മതി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അത് തന്നെ വേണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് ദൈവം നോക്കാറില്ല. ഈ ഈ ദുരുപദേശം കൊരിന്തിലെ സഭയിൽ പ്രചരിച്ചിരുന്നു. മനസ്സ് ശുദ്ധമായാൽ മതി, ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊരിന്തിൽ സകലവിധമായ അല്ലേ വേണ്ടാധീനങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ കൊരിന്ത്യരോട് അപ്പോസ്തലനായ പൗലോസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഭയങ്കരമായി മോശപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ശരീരം കൊണ്ട് എന്ത് വേണേലും ചെയ്യാം, മനസ്സ് ശുദ്ധമായാൽ മതി. നല്ല പഠിപ്പീര അല്ലേ? സ്തോത്രം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും തോന്നത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവം വസിക്കുന്ന ആലയമായ നിന്റെ ശരീരവും വിശുദ്ധമായിരിക്കണം. നിന്റെ പ്രവർത്തികൾ വിശുദ്ധമായിരിക്കണം. ഈ കൊരിന്തിലെ വിശ്വാസികളെ അന്ന് ദുരുപദേശം പഠിപ്പിച്ച ദുരുപദേഷ്ടാക്കന്മാർ ഇന്ന് ഈ യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ സഭയിൽ യൂദ അതിനെ നിഷ്കരുണം എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവമക്കളെ, പൗലോസ് പഠിപ്പിച്ചത് മനുഷ്യൻ്റെ ശരീരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ്. അപ്പോൾ ശരീരം ദുർനടപ്പിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എത്രയെന്നാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 6:13 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ്? കർത്താവ് വസിക്കുകയാണ്. നാം ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. 1 കൊരിന്ത്യർ 6:15 അങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം വസിക്കുന്ന ഇടമ. 1 കൊരിന്ത്യർ 6:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കണം. 1 കൊരിന്ത്യർ 6:18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ലൈംഗിക ദുർനടപ്പൊഴിച്ച് മറ്റെല്ലാ പാപമോഹങ്ങളും ശരീരത്തിൻ്റെ ഭാഗമല്ലാത്ത വസ്തുക്കൾ കൊണ്ട് തൃപ്തി വരുത്താം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. മദ്യം കുടിക്കണമെന്ന മോഹം മദ്യം ഉപയോഗിച്ച് പരിഹരിക്കാം. പണക്കാരനാകണമെന്നുള്ള ആ വലിയ വാഞ്ച പണം കൊണ്ട് തൃപ്തി വരുത്താം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള മോഹം ശരീരത്തെ ഉദ്ദീപിച്ചുകൊണ്ടാണ് തൃപ്തി വരുത്തുന്നത്. അതുകൊണ്ട് ലൈംഗിക ദുർനടപ്പ് ഒരു പ്രത്യേക രീതിയിൽ ഒരാളുടെ ശരീരത്തെ ദൂഷിപ്പിക്കുന്നു. കാരണം വ്യഭിചാരത്തിൻ്റെ സമയത്ത് ഒരാളുടെ സ്വന്തം ശരീരം വേശ്യയുമായി വ്യഭിചാരിണിയുമായി പാപത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുക, ദുർനടപ്പ് വിട്ട് ഓടുവീൻ. ലൈംഗിക ദുർനടപ്പിൻ്റെ പരീക്ഷയെ നാം എതിർത്താൽ മാത്രം പോരാ, അതിൽ നിന്ന് നാം പ്രിയപ്പെട്ടവരെ വിട്ടോടണം. നാം ലൈംഗിക ദുർനടപ്പിൽ ഏർപ്പെടുമ്പോൾ നാം നമ്മുടെ ശരീരത്തെ മാത്രമല്ല ദൈവത്തിൻ്റെ മന്ദിരത്തെയും മലിനമാക്കുകയാണ്. വിശ്വാസിയുടെ ശരീരം തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പാപനിമിത്തം നാം ദൈവത്തിൻ്റെ മന്ദിരത്തെയാണ് ദൂഷിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ദൈവം നമ്മെയും നശിപ്പിക്കും. തെളിവിന് വായിക്കാം, കൊരിന്ത്യർ 3:16 മുതൽ 17 വരെ നിങ്ങൾ വായിച്ചോണം. ആമേൻ. ദൈവമക്കളെ, ഈ ലൈംഗിക ദുർനടപ്പായിരുന്ന അന്നത്തെ കൊരിന്ത്യയിൽ ഉണ്ടായിരുന്ന തെറ്റുകൾ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മന്ദിരം മാത്രമല്ല ഈ ലൈംഗിക ദുർനടപ്പ് മൂലം നശിക്കുന്നത്, അത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരവുമാണ്. ആകയാൽ ഓരോ ദൈവമക്കളുടെയും ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെ ദൂഷിപ്പിക്കരുത്. അതായത് നമ്മുടെ ശരീരത്തെ അങ്ങനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും.
അതെ, ആമേൻ, വിശുദ്ധിയില്ലാത്ത ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വസിക്കുകയില്ല. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആവാസ കേന്ദ്രമാണ്. അതിനാൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വകയാണ് ദൈവമക്കളെ. അത് ഇനി നമുക്ക് തന്നെ ഉള്ളതല്ല. ആമേൻ. കൊരിന്തിലെ വിശ്വാസികൾ തങ്ങളുടെ ശരീരം അവരുടേത് തന്നെയാണെന്നാണ് അവർ വിശ്വസിച്ചത്. അതിനാൽ ശരീരം കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാമെന്നാണ് അവർ കരുതിയത്. ദൈവം നമ്മുടെ ശരീരത്തെ അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവരങ്ങനെ വിശ്വസിച്ചത്. ആത്മാവിനെ കുറിച്ച് മാത്രമാണ് ദൈവം കരുതുന്നതെന്ന് അവർ ചിന്തിക്കുകയും തെറ്റായി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. എത്രമാത്രം തെറ്റല്ലേ! ദൈവം നമ്മുടെ ശരീരങ്ങളിൽ ആണ് വാസം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം എന്തുമാത്രം നമ്മുടെ ശരീരത്തെക്കുറിച്ച് കരുതലുള്ളവനാണ്. അവൻ അവയെ എന്ത് ചെയ്യുക? വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം വിലമതിച്ചു. ആമേൻ. എന്ത് വിലയാണ് ദൈവം നമുക്ക് നൽകിയത്? തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുകയും യേശു ക്രിസ്തുവിൻ്റെ രക്തം, ഹല്ലേലൂയ, അവൻ്റെ ശരീരം എല്ലാം അവൻ നമുക്കായി നൽകി. ആമേൻ. അവൻ നമ്മെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ, ജീവിതങ്ങളെ ദൈവത്തിന് നൽകുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ജീവിതം, ശരീരങ്ങൾ ദൈവത്തിൻ്റെ വകയാണ് ദൈവമക്കളെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നമ്മളുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നമ്മുടെ അവയവങ്ങളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഉപയോഗിക്കേണ്ടത്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമേ ഉള്ളൂ. അത് ആ ഉദ്ദേശ്യം നാം തിരിച്ചറിയണം. നാം മുഴുവനായി ദൈവത്തിന് കൊടുക്കണം. എങ്ങനെയാ? നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നാം വിട്ടുകൊടുക്കണം. അതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ നാം പിറുപിറുക്കുകയും ദൈവഹിതം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ദുർമോഹങ്ങളിൽ നടക്കുകയും ആമേൻ പരസംഗത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ്, വ്യാജ ഉപദേഷ്ടാക്കൾ തങ്ങളുടെ ദുർമോഹങ്ങളിൽ നടക്കുകയാണ്. അവർ എന്ത് ചെയ്യുന്നു? നിഗളം മൂലം ചീർത്തിരിക്കുകയാണ്. അവരുടെ വായി ബമ്പ് പറയുകയാണ്. കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. യാക്കോബ 2:1 സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുതേ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുക, മുഖപക്ഷം കാണിക്കരുത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മനുഷ്യൻ്റെ സ്ഥാനത്തിൻ്റെയും ധനത്തിൻ്റെയും വ്യത്യാസങ്ങൾ നാം കണക്കിലെടുക്കരുത്. മനുഷ്യൻ്റെ ബാഹ്യമായ കാഴ്ചകൾക്ക് നാം പ്രാധാന്യം നൽകരുത്. നമ്മുടെ മനസ്സിൽ മനുഷ്യരെ ധനവാനെന്നും ദരിദ്രനെന്നും ഉയർന്ന ജാതിയെന്നും താണജാതിയെന്നും ഉയർന്ന സ്ഥാനമെന്നും താണസ്ഥാനമെന്നും തരംതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രകാശം ഈ ലോകത്തിൻ്റെ തേജസ്സിനെ ഏതുമില്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഭൗതിക സ്ഥാനവും അവനുള്ള ചുറ്റുപാടുകളും നാം നോക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം എന്ത് ചെയ്യണം? അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം എത്രമാത്രം പ്രകാശിക്കുന്നു എന്ന് വേണം നാം നോക്കുവാൻ. നാം ഒരു മനുഷ്യനെ ബാഹ്യമായിട്ട് നോക്കും, അവൻ്റെ ബാഹ്യരൂപത്തെ നോക്കും, നാം വിധി എഴുതും. എന്നാൽ അതല്ല, അവൻ്റെ ആന്തരികമായ ആത്മീയ സ്വഭാവത്തെയാണ് നാം നോക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവാത്മാവ് ഇവിടെ നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ഇങ്ങനെ നാം ചീർത്തിരിക്കുവാനല്ല, നിഗളം മൂലം ചീർത്തിരിക്കുവാനല്ല, കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുകയുമല്ല. ആമേൻ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയിൽ ഏതെങ്കിലും വ്യാജ ഉപദേഷ്ടാക്കൾ ഉണ്ടോ എന്ന് നാം തിരിച്ചറിയണം. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കളെ പോലെ പെരുമാറുന്ന ആരെങ്കിലും നമ്മുടെ കൂടെയുണ്ടോ? ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്യട്ടെ. നാം ഇങ്ങനെയാണോ? നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇങ്ങനെയാണോ? ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ശോധന ചെയ്യുവാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വിജയിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ ഹിതം ഈ ദിവസങ്ങളിൽ നിവർത്തിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം.
ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ 17 മുതൽ 19 വരെയുള്ള വേദഭാഗം ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ആമേൻ. ഈ പകൽക്കാലത്തിങ്കൽ ഇത്രത്തോളം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. അപ്പോൾ നമുക്ക് ആമേൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി സാക്ഷ്യം പ്രാപിച്ച ഹാനോക്കിനെ പോലെ സാക്ഷ്യം പ്രാപിച്ചെടുക്കുവാൻ ഇടയാകട്ടെ. പിറുപിറുപ്പ് കൂടാത്ത ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആമേൻ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മിൽ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള നന്മകളും ദൈവത്തിന് ഹിതകരമായിരുന്നൊരു ജീവിതവും നമ്മിലുണ്ടോ എന്ന് നോക്കി മുഖസ്തുതി പറയുവാനോ കാര്യസാധ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരോ ആയിട്ടല്ല, മറിച്ച് ദൈവഹിതം നിവർത്തിക്കുന്നവരായി തീരുവാൻ നമ്മെ തന്നെ ശോധന ചെയ്ത് നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.